പിറക്കുന്നു കക്കിയെ തന്നെയും കൈതൊഴുന്നേ. പോരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്നെ കൈതൊഴുന്നേ. അവ്വഴി നിൻകഴൽ കൻപോടു ചേരുവാൻ ദേവകി നന്ദന കൈതൊഴുന്നേ. അക്കരമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈതൊഴുന്നേ. അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ മുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നേ. നാരായണ ഗുരുവായൂർ മരുവീടും കാരുണ്യഭാരിതേ കൈതൊഴും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിണ്ടായിരുന്നു കേട്ടോ ഹരേ മാതാജി. കൃഷ്ണ മാതാജി. മാതാജി പഞ്ചതത്വ മന്ത്രം ഇടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇടാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ നമോ മാതാജി. പ്രണാമം മാതാജി. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള 18 ദിവസത്തെ ഭഗവത്ഗീത പഠനം. ഇന്ന് 18ാം ദിവസം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പ്രണാമം. അപ്പോ നമ്മൾ ഇന്ന് ലാസ്റ്റ് അധ്യായമാണ് കാണുന്നത്. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. എത്ര ശ്ലോകങ്ങളുണ്ട്? 700. നമ്മള് പഠിച്ചു. മനസ്സിനെ ജയിച്ചവന് ആരാ സുഹൃത്ത്? മനസ്സ് തന്നെ. അതുപോലെ നൈനം ചിന്തന്തി ശസ്ത്രാണി. ആയുധങ്ങൾക്ക് മുറിക്കാൻ സാധിക്കില്ല. ആരെയാ മുറിക്കാൻ പറ്റാ? ആത്മാവിനെ. ഭഗവാൻ എന്ന വാക്കിനെ നിർവചിച്ചിരിക്കുന്നത് ആരാ? പരാശര മുനിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഭൗതിക ലോകം എന്ന് പറയണത് എന്താ? ഭൗതിക ലോകം എന്താലയ? ദുഃഖാലയം. പിന്നെ 3 ഗുണങ്ങൾ ഏതൊക്കെയാ? ത്രിഗുണങ്ങള്. അങ്ങനെ നമ്മൾ കുറെ ഈ 17 അധ്യായങ്ങളിലൂടെ പോയപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെ? ആദ്യമായിട്ട് ഭഗവത്ഗീത പഠിച്ചവർക്ക് കുറെ പുതുമയുള്ള വസ്തുതകള് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ യജ്ഞങ്ങളില് ഭഗവാൻ ആരാണ്? പിന്നെ ജപം, നാമജപം ആണ്. കലിയുഗത്തിലെ രഹസ്യ അവതാരാരാ? ചൈതന്യ മഹാപ്രഭു ആണ്. പിന്നെന്താ പറയാ, കുറെ ഇടയ്ക്കുന്നുള്ള ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മള് 18 അധ്യായങ്ങളെ 3 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 6 അധ്യായങ്ങള് കർമ്മയോഗം. പിന്നത്തെ 2 അധ്യായങ്ങള് ഭക്തിയോഗം. പിന്നെ ലാസ്റ്റ് 6 അധ്യായം ജ്ഞാനയോഗം. അപ്പൊ അത് എല്ലാവർക്കും അറിയാം. പിന്നെന്താണ്, ഭഗവാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവതരിക്കുക. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാ? ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനും. അതല്ലേ മാതാജി?
ധർമ്മത്തെ ഭക്തന്മാരെ ഭക്തന്മാരെ രക്ഷിക്കണ്ടേ? ഭക്തന്മാരെ ആ രക്ഷിക്കാൻ ദുഷ്കൃതികളെ നിഗ്രഹിക്കണം, ഭക്തന്മാരെ രക്ഷിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എന്താണ് ഭഗവാന്റെ ശംഖിന്റെ പേര് ഒക്കെ അറിയണതല്ലേ? പാഞ്ചജന്യം. ധനഞ്ജയന്റെ ശംഖിന്റെ പേരോ? ദേവദത്തമല്ലേ? ദേവദത്തമല്ലേ? അങ്ങനെ. പിന്നെ എന്തൊക്കെ പഠിച്ചു നമ്മള്? ത്രിഗുണങ്ങളെ അതിജീവിച്ചാൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാം അല്ലെ? മായയ്ക്ക് അതീതരാവണം നമ്മള്. മായയ്ക്ക് അതീതരാവണമെങ്കിൽ ഭഗവാനിൽ ശരണാഗതി അടയണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ 17 അധ്യായത്തിലൂടെ പഠിച്ചു. അപ്പൊ ഈ 18ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഈ വന്ന വഴികള് ഈ 17 എണ്ണത്തിന്റെ ഒരു സംഗ്രഹമായിട്ട് പറയണം, ഒരു അനെക്സർ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മള് 3 ഗുണത്തിലുള്ളവരുടെ 3 കാറ്റഗറിയിലുള്ള പ്രവൃത്തികളൊക്കെ പഠിച്ചു അല്ലെ? യജ്ഞം, ദാനം, തപസ്സൊക്കെ അവരെങ്ങനെയാ ചെയ്യണെന്നൊക്കെ കണ്ടു. അങ്ങനെ ഇപ്പോ ഭഗവത്ഗീതയിലെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. തന്റെ സ്വധർമ്മത്തിൽ നിന്ന് വിമുഖത കാണിച്ച അർജുനനെ കർമ്മോത്സുകനാക്കാനാണ് ഭഗവാൻ ഈ ഉപദേശങ്ങളൊക്കെ നൽകിയത്. പിന്നീട് ആ കർമ്മം തന്നെ നിഷ്കാമമായിട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലെ? ഭഗവത് അർപ്പണമായിട്ട് കർമ്മം ചെയ്യാ, കർമ്മം യോഗമാക്കി ചെയ്യാ. യോഗം എന്ന് പറഞ്ഞാൽ കണക്ടിങ് ടു ഗോഡ് ആണ്. അത് ഒരു വ്യക്തിയെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കും എന്നെല്ലാം പറഞ്ഞു. തുടർന്ന് ആ സത്യദർശനത്തിനുള്ള പല ഘട്ടങ്ങളായിട്ട് പല യോഗങ്ങളെ പറഞ്ഞു. അഷ്ടാംഗ യോഗ, ഭക്തി യോഗ, ജ്ഞാനയോഗ അല്ലെ? അത് പലതും പറഞ്ഞു തന്നു. എന്താണെങ്കിലും മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കർമ്മഫലം ത്യജിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ ഇവിടെ പറയാൻ പോണത് ഒരു വ്യക്തി സന്യാസത്തിലേക്കും മോക്ഷത്തിലേക്കും എങ്ങനെയാണ് ഒരു വ്യക്തിയെ നയിക്കുന്നത്, അതിന്റെ മാർഗങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ഇപ്പോ എന്താണ് ധർമ്മത്തിന്റെ പരമോന്നതമായ മാർഗം എന്നുള്ളത് ഭഗവാൻ കൃഷ്ണനിലെ ശരണാഗതി അടയ, മനസ്സർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തിയെ അത് എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തനാക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് ഉദ്ബുദ്ധതയിലേക്ക്, ഉയർച്ചയിലേക്ക് ആനയിക്കും. ഇപ്പൊ ഭഗവാന്റെ ആ സനാതനമായിട്ടുള്ള ഭഗവാൻ എവിടെയാണുള്ളത്? സ്വധാമത്തില് അല്ലെ? ഭഗവത് ധാമം ഉണ്ട്, കൃഷ്ണലോകമുണ്ട്. അപ്പൊ അവിടേക്ക് മടങ്ങിയെത്താനും നമുക്ക് പ്രാപ്തി ഉണ്ടാക്കി തരുന്നതാണ് ഈ ഭഗവത്ഗീത. ഇതാണ് ഗീതാ രഹസ്യം എന്നുള്ളത്. നമ്മള് 17ാം അധ്യായം കഴിഞ്ഞു. എല്ലാറ്റിന്റെയും സംക്ഷിപ്തമായിട്ടുള്ള 18ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാണ്. ആദ്യ 6 അധ്യായങ്ങളിലെ ഭക്തിഭരിതമായ സേവനം, കർമ്മം, അതിന് പ്രാധാന്യമാണ് ആയിരുന്നേ. പിന്നീടുള്ള 6 അധ്യായങ്ങള് ഭക്തിയുത ഭഗവത് സേവനവും അതിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും ഒക്കെ ആയിരുന്നു. ഒടുവിലുള്ള 6 അധ്യായങ്ങളില് ജ്ഞാനം, ത്യാഗം, ഭൗതിക ആധ്യാത്മിക പ്രകൃതികളുടെ പ്രവർത്തനം, ഭഗവത് സേവനം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക്കേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, ഹേ മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. വീണ്ടും ചോദ്യം അല്ലെ? ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരൂ കൃഷ്ണ എന്നാണ്. കേശവ എന്നാ വിളിക്കണേ, കേശിയെ ഹനിച്ചവൻ. പിന്നെയോ ഋഷികേശ, 2 പേര് വിളിച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഋഷികേശൻ എന്ന് വിളിച്ചു. അപ്പോ ഇത് 2 കാര്യമാണ് അറിയേണ്ടത്. ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശമാണ് ഇപ്പൊ അർജുനന് അറിയേണ്ടത്. ഇവിടുത്തെ പിക്ചറിൽ നോക്കൂ, കേശി എന്നുള്ള ആ അസുരനാണ്. അപ്പൊ കംസൻ കൃഷ്ണനെ വധിക്കാൻ അനേകം അസുരന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. അതില് ഒരു അസുരൻ കേശി കുതിരയുടെ രൂപത്തിലാ വരുന്നത് കൃഷ്ണനെ വധിക്കാന്. അങ്ങനെ ഗോകുലത്തിലെത്തി. ആകാശം മുട്ടെ ഉയരാണ്. അവന്റെ കുഞ്ചി രോമങ്ങളുണ്ടല്ലോ, ആ മേഘത്തിനെ കീറി മുറിച്ചുകൊണ്ടാ വരുന്നത്. അങ്ങനെ വന്ന് ഗോകുലത്തിൽ നിന്നപ്പോഴ്
എല്ലാവരും ഭയപ്പെട്ടു, ഇത്ര വലിയ ഒരു ആകാരമായിട്ട് കണ്ടിട്ട്. അങ്ങനെ കൃഷ്ണൻ മുമ്പിൽ ചെന്നപ്പോഴ് കാലുകൊണ്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് കാലുയർത്തി. അപ്പൊ കൃഷ്ണൻ ആ കാലിൽ പിടിച്ചിട്ട് ഒരു ഏറ് വെച്ച് കൊടുത്തു ദൂരേക്ക്. അപ്പൊ അവിടെ ബോധം പോയിട്ട് അവിടെ കിടന്നു കുറച്ചു നേരം. പിന്നീട് ബോധം വീണ്ടെടുത്തിട്ട് വീണ്ടും വരികയാണ്. വാ പൊളിച്ചിട്ട് ഇങ്ങനെ വരിക, വായിലാക്കാൻ വേണ്ടി. അങ്ങനെ കൃഷ്ണൻ മുഷ്ടി ചുരുട്ടിയിട്ട് ആ വായിലേക്ക് വെച്ചു. പിന്നെ ആ മുഷ്ടി ഇങ്ങനെ വലുതായി ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഈ അസുരന് ശ്വാസം മുട്ടിയിട്ട് കണ്ണൊക്കെ തുറിച്ച് അതവിടെ വീണു ചത്തു. എല്ലാവരെയും ദേവന്മാരെ പോലും ദ്രോഹിച്ചുകൊണ്ട് നടന്ന അസുരനായിരുന്നു. ചത്തപ്പോഴ് എല്ലാ ദേവന്മാരും എല്ലാവർക്കും സന്തോഷമായി പുഷ്പവൃഷ്ടി ചെയ്തു. അന്നാണ് കേശവ എന്നങ്ങനെയാണ് ഭഗവാന് പേര് കിട്ടിയത്. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്കു വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ സന്യാസമാണോ ത്യാഗമാണോ ശ്രേഷ്ഠം എന്നുള്ള ചോദ്യം വരും അല്ലെ. അപ്പൊ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുക, അതാണ് സന്യാസം. കാമ്യം കർമ്മങ്ങള് ഫലേച്ഛയോടുകൂടി ഭൗതിക വാഞ്ചകളോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങള്, അതായത് കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കലാണ് സന്യാസം. കർമ്മഫലം ഉപേക്ഷിക്കലാണ് ത്യാഗം. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത്. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ ത്യാഗം. കർമ്മഫലം ഉപേക്ഷിക്കല് ത്യാഗം, കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കല് സന്യാസം. സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദ്ദേശം എന്തെന്നാണ് അർജുനൻ ചോദിച്ചത്. കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം, സർവകർമ്മഫലത്തിലുള്ള ആസക്തി ഒഴിവാക്കലാണ് ത്യാഗം. എല്ലാ ശ്ലോകവും ഇതില് കവർ ചെയ്യില്ല. ശ്ലോകത്തിന്റെ അർത്ഥം ആണ് പറയുന്നത്. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷിമാർ അഭിപ്രായപ്പെടുന്നു. അപ്പോ കാമ്യകർമ്മങ്ങള് ദോഷം ഉണ്ടാക്കണ കാരണം അത് ഉപേക്ഷിക്കണം എന്നാണ് വിദ്വാൻമാര് പറയണേ. പക്ഷേ യജ്ഞം, ദാനം, തപസ് എന്നിവയൊന്നും ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ്. ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാഘ്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി ത്യാഗം 3 വിധത്തിലുണ്ട്. അതൊക്കെ പറയും ഭഗവാൻ. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ 3. അപ്പൊ യജ്ഞദാന തപസ്സുകളൊക്കെ മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാ. അതുകൊണ്ട് അത് അനുഷ്ഠിക്കപ്പെടുക തന്നെ വേണം എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഏത് കർമ്മങ്ങള്? യജ്ഞം, ദാനം, തപസ് എന്നിവ. അത് ആസക്തി കൂടാതെ ഫലോദ്ദേശം ഇല്ലാതെ വേണം അനുഷ്ഠിക്കാൻ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. ഇപ്പൊ യജ്ഞം, ദാനം, തപസ്സൊക്കെ ചെയ്യുമ്പോൾ ഒന്നിലും ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ വേണം. അതുപോലെ എന്റെ കർത്തവ്യ നിർവഹണമാണ്, എന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള നിലയിൽ നിറവേറ്റണം. ഇതാണ് ഭഗവാന്റെ അന്തിമ അഭിപ്രായം. വൈദിക ഗ്രന്ഥങ്ങളിലെ പല കർമ്മങ്ങളെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അല്ലെ. യജ്ഞത്തിൽ ജന്തുബലിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്തായാലും നിന്ദ്യമായ കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത് നിശ്ചിതങ്ങളായ വിവിധ നിയമങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവത് അനുഗ്രഹത്താലെ കർമ്മം ചെയ്യുക, അങ്ങനെ ശാന്തിയോടെ ഇരിക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ട് നമുക്ക് ശാന്തിയോ സമാധാനോ ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സന്യാസിമാര് പോലും യജ്ഞദാന തപസ്സുകളൊക്കെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട്. മനുഷ്യ സമുദായത്തിന്റെ പുരോഗതിക്കായിട്ട് അതൊക്കെ വേണം. ഇപ്പൊ 3 തരത്തിലുള്ള ത്യാഗത്തിനെ പറ്റി പറയുകയാണ് ഭഗവാൻ ഇവിടെ. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. നിയത കർമ്മം എന്ന് വെച്ചാൽ സ്വധർമ്മം. ഓരോരുത്തർക്കും ഓരോ ഓക്യുപേഷണൽ ഡ്യൂട്ടീസ് ഉണ്ടാവും ചെയ്യാൻ.
ഇപ്പൊ മാതാവിന്, പിതാവിന്, മകന്, മകൾക്ക്, ഭാര്യ, ഭർത്താവിന് ഒക്കെ അവരവരുടെ സ്വധർമ്മങ്ങൾ ഉണ്ടാവും. അതൊന്നും ഒരിക്കലും ഉപേക്ഷിക്കരുത്. അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ തമോ ഗുണത്തിലുള്ള ത്യാഗമായിട്ട് അത് വരും. ഇനി നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അപ്പൊ ത്യാഗത്തിന്റെ ഉന്നത ലെവലിലേക്ക് അത് പോവില്ല. നിയത നമ്മുടെ സ്വന്തം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഹേ അർജുന, ഭൗതിക സംഗ്രഹരഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. സാത്വികമായ ത്യാഗം എന്താണ്? അപ്പോ ഭൗതികതയിൽ നിലനിൽപ്പുണ്ടാവണം, ഫലം ഉദ്ദേശിച്ചിട്ടല്ല. എൻ്റെ ഒരു കർത്തവ്യം, എൻ്റെ കർത്തവ്യം ചെയ്യണു എന്ന നിലയിൽ വിധിക്കപ്പെട്ട കർമ്മം, അതായത് നമ്മുടെ സ്വധർമ്മം, അത് ചെയ്യുന്നവന്റെ ത്യാഗം സാത്വിക ത്യാഗം എന്ന് പറയും. 12. താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. നമ്മളുടെ മൂലസ്വരൂപം എന്താണ്? നമ്മളും ഭഗവാനും തമ്മിൽ എന്താ ബന്ധം? ഭഗവാൻ പരമാത്മാവാണ്, നമ്മൾ ജീവാത്മാവാണ്, നമുക്കറിയാം. ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മള്, ഭഗവത് അംശമാണ് നമ്മള്, അല്ലെ? ഭഗവാൻ സൂര്യനാണെങ്കിൽ നമ്മൾ ഒരു സൂര്യരശ്മിയാ. അങ്ങനെ കരുതാൻ നമുക്ക് സാധിക്കണം. ഹരേ കൃഷ്ണ. അപ്പോ തന്മൂലം അയാൾ മരണശേഷം സ്വകർമ്മ ഫലങ്ങളായ സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. അയാൾക്ക് പിന്നെ സുഖമോ ദുഃഖമോ അങ്ങനെയുള്ള കർമ്മഫലങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാനില് മനസ്സൂന്നിക്കൊണ്ട് എല്ലാ കർമ്മവും ചെയ്താൽ മാത്രം മതി. ആസക്തിയോ ഫലോദ്ദേശമോ ഒന്നും കൂടാതെ കർമ്മം ചെയ്യും. ഇനി കർമ്മത്തിനെ കുറിച്ച് മൂന്ന് കാറ്റഗറിയിൽ വരുന്ന കർമ്മം അതാ പറയണേ. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. അപ്പൊ ഏതാണ് സാത്വിക കർമ്മം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അനാസക്തമായിട്ട് വേണം, ഒരു ആഗ്രഹമില്ലാതെ, രാഗം ദ്വേഷം, ഒന്നിനോട് ഇഷ്ടോ ദേഷ്യോ ഒന്നുമില്ലാതെ, ഫലാസക്തി കൂടാതെ, ഫലത്തിൽ ആഗ്രഹിക്കാതെ നിയന്ത്രിതമായ വിധത്തില് കർമ്മം ചെയ്യുക, അത് സാത്വിക കർമ്മമാണ്. പിന്നെ തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസകർമ്മം. ഇപ്പോ ആഗ്രഹത്തിന് അത് നിറവേറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മറ്റു പേരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസകർമ്മം എന്ന് പറയും. പിന്നെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവാകുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മം താമസകർമ്മം. ഇപ്പോ എന്താണ്, നമ്മൾ തമോ ഗുണം പഠിച്ചപ്പോ പറഞ്ഞു, അവര് ആ തമോ ഗുണികള് ചെയ്യുന്നത് അവർക്കും ഉപയോഗം ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ അന്യർക്ക് ഉണ്ടാവുന്ന നാശോ ക്ലേശോ ഒന്നും നോക്കാതെ, തുടർന്ന് എന്താണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതൊന്നും നോക്കാതെ ക്ലേശങ്ങൾ ശാസ്ത്ര നിർദ്ദേശത്തിനെതിരായിട്ടും വ്യാമോഹം മൂലം ചിലവര് കർമ്മം ചെയ്യും. അത് താമസ വിഭാഗത്തിലുള്ള കർമ്മമായി വരും. അതിന് പാപഫലം ഉണ്ടാവും, അല്ലെ? തമോ ഗുണികൾ അങ്ങനെയാണ്, അജ്ഞതയാണ് അവർക്ക്. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എന്ത്? ഭയപ്പെടേണ്ടതും ഭയപ്പെടാണ്ടാത്തതും എന്ത്? ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ബുദ്ധി 3 തരത്തില് പറയാണ് ഇവിടെ. അപ്പൊ സാത്വികമായ ബുദ്ധി ഏതാണ്? ഏതാണോ ചെയ്യേണ്ടത്, ഏതാണോ ചെയ്യരുതാത്തത് അതറിയാം. ഭയപ്പെടേണ്ടത് എന്തിനെയാണ്, ഭയപ്പെടേണ്ടാത്തത് എന്തിനെയാണ് അതും അറിയാം. ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത്, അതും കൃത്യമായിട്ട് അറിയാം. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, അല്ലെ? അങ്ങനെയുള്ളവരുടെ ബുദ്ധി സാത്വികമായ ബുദ്ധിയാണ്. പിന്നെ ധർമ്മം എന്ത്, അധർമ്മം എന്ത്, ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തത് എന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. അപ്പോ ധർമ്മം അധർമ്മം ഒന്നും വേർതിരിച്ച് അറിയണില്ല, ഏതാ അങ്ങനെ.
ഇനിയിപ്പോ ഏതാ ചെയ്യേണ്ടേ ഏതാ ചെയ്യണ്ടാത്തത് അതും വേർതിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനത്തെ ബുദ്ധിയാണ് രാജസം. ഇനിയോ വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയും അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസ ബുദ്ധിയാണ്. ഇപ്പൊ തമോ ഗുണികള് അങ്ങനെയാ അല്ലെ? ശരിയെന്ന് തോന്നണത് ശരിക്കും ശരിയായിട്ടുള്ള സംഗതി അവർക്ക് തെറ്റാണെന്ന് തോന്നും. തെറ്റായ സംഗതികള് അവർ വിചാരിക്കും അതാണ് ശരിയെന്ന്. അങ്ങനെ തെറ്റായ വഴിക്കാണ് അവര് പോവുക. അങ്ങനെ പ്രവർത്തിക്കുന്ന ബുദ്ധി താമസ ബുദ്ധി എന്ന ഭഗവാൻ പറഞ്ഞു തരികയാണ്. 54-ാമത്തെ ശ്ലോകം. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. ആരാണിത് ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേരുക? ഭഗവത് സ്മരണയോടെ എല്ലാ കർത്തവ്യങ്ങളും ഭഗവത് അർപ്പണമാക്കി ചെയ്ത് ഭക്തിയോഗത്തിൽ ഉറച്ചു നിന്നിട്ട് ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതെ ആ ഭക്തിയുത സേവന നിരതനായ ഒരാള് ഈ ഭൗതികതയിലല്ല. പിന്നെ അയാള് ഉയർന്ന ലെവലിലേക്ക് പോയി ആധ്യാത്മിക അവസ്ഥയിലായി. അയാളുടെ അവസ്ഥ ആധ്യാത്മികതയിലായി. അങ്ങനെ എത്തിച്ചേർന്ന ആള് പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ചു, ഭഗവാനെയൊക്കെ കണ്ടറിഞ്ഞു. അങ്ങനെ അയാള് പരമാനന്ദം അനുഭവിക്കും എന്ന്. അപ്പൊ ഈ ഭൗതികതയിലുള്ള ആനന്ദമൊക്കെ വെറും ക്ഷണികമാണ്, തുച്ഛമാണ്. ആ ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞാല് ഉള്ള ആനന്ദം അതാണ് ശാശ്വത ആനന്ദം, പരമാനന്ദം, നിത്യാനന്ദം. അത് അനുഭവിക്കാൻ ആ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്ന ആൾക്ക്, ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്ന ആൾക്ക് സാധിക്കും. പിന്നീട് അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. ആ അവസ്ഥയിലെത്തിയ ആള് പിന്നെ ഭഗവത് സേവന നിരതനാവും. മറ്റൊന്നും ആഗ്രഹമില്ല അയാൾക്ക്. ആ ഭഗവാനെ മാത്രം, അത് മാത്രാണ് ലക്ഷ്യവും ആഗ്രഹവും. മറ്റൊരു ആഗ്രഹവും ഉണ്ടാവില്ല. ബ്രഹ്മഭൂതാവസ്ഥ അതാ അവിടെ പറയണത്. ഏതിലും ആ ഒരു വ്യക്തി ഭഗവാനെ മാത്രാണ് കാണുക. ഏത് ജീവജാലങ്ങളെ ആയാലും, മനുഷ്യനെ ആയാലും, മരങ്ങളെ ചെടികൊടികളെ ആയാലും എല്ലാം ഈശ്വരനെ ദർശിക്കും എല്ലാത്തിലും. 55. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്ത്യാ മാം അഭിജാനാതി, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതാ ഇവിടെ പറയണേ. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഇപ്പോ ഭക്തി എന്ന് പറയണത് ഭക്തി സേവനമാണ്. ആ ഭക്തിയുത സേവനം കൊണ്ട് മാത്രാണ് ഭഗവാന്റെ ആ പരമദിവ്യോത്തമമായിട്ടുള്ള ആ സർവശ്രേഷ്ഠമായിട്ടുള്ള സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ആ ഭക്തി കൊണ്ട് മാത്രാണ് ഭഗവാനെ കുറിച്ച് പൂർണ്ണ ബോധം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോ ആ ആൾക്ക് പിന്നെ ദൈവ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അല്ലേ? കൃഷ്ണലോകമുണ്ട്, ഗോലോക വൃന്ദാവനം നമ്മൾ പഠിച്ചു. അപ്പൊ അവിടേക്കുള്ള പ്രവേശനം ആർക്കാ കിട്ടുക? ഭക്തിയുത സേവനം കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ എന്ന സത്യമറിഞ്ഞ് ഭഗവാനെ കുറിച്ച് പൂർണ്ണ ബോധത്തോടെ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ദൈവ സാമ്രാജ്യത്തിലേക്ക് പ്രാപിക്കാനുള്ള ടിക്കറ്റ് കിട്ടുകയായി. പിന്നെ ഹരേ കൃഷ്ണ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കൂ. അത് ഗജേന്ദ്ര മോക്ഷമാണ്. നമ്മൾ കഥ ടച്ച് ചെയ്ത് പോയതാന്ന് തോന്നുന്നു അല്ലെ? പറഞ്ഞതാ. അപ്പോ ഈ ഗജേന്ദ്രന് കാലിലെ മുതല പിടിച്ചു അല്ലെ? മുങ്ങി താഴാറായി. മറ്റു ആരുമില്ല രക്ഷിക്കാൻ. അങ്ങനെ ദീനമ്മാം കരുണാനിധേ, ദയനീയമായിട്ട് ഭഗവാനെ വിളിക്കുകയാണ് അല്ലെ? ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വന്ന് മോക്ഷം കൊടുക്കുകയാണ്. മുതലയ്ക്ക് മോക്ഷം കൊടുത്തു, അതുപോലെ ഗജേന്ദ്രനും മോക്ഷം കൊടുക്കുന്ന കഥ. ഹരേ കൃഷ്ണ. 56. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം.
ഏതു തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. ഓരോരുത്തർക്കും ഓരോ കർമ്മമണ്ഡലങ്ങളായിരിക്കും. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ആ ഭഗവാന്റെ വിശുദ്ധ ഭക്തനുണ്ടല്ലോ, ഭഗവാന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതമായിട്ടുള്ള ഭഗവത് ധാമം പ്രാപിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് തരാണ്. ഇപ്പോ എന്ത് വേണ്ടു നമ്മള് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനിൽ മനസ്സൂന്നണം, എപ്പോഴും ഭഗവാനിൽ സ്മരണയുണ്ടാവണം. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, നിത്യനിരന്തരമായിട്ട് ഭഗവത് സ്മരണയോടെ എല്ലാ കർമ്മവും ചെയ്താല് അത്രേ വേണ്ടു, ശാശ്വതമായ ഭഗവത് ധാമം നമുക്കും പ്രാപിക്കാം. 58. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാൻ ന ശ്രോഷ്യസി വിനങ്ഷ്യസി. എന്നെക്കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ടു തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഇപ്പൊ ഭഗവാനെ കുറിച്ച് എല്ലാ ജ്ഞാനവും ഉണ്ടാവണം. അങ്ങനെ വരുമ്പോ ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. പിന്നെ ആ ആള് ബദ്ധാത്മാവല്ല, മുക്താത്മാവായി കഴിഞ്ഞു. ആ ആൾക്ക് പിന്നെ ഈ ജനി മൃതി ഉള്ള അങ്ങനെ ക്ലേശമില്ല, താപത്രയങ്ങളില്ല, യാതൊരു ക്ലേശങ്ങളും ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ ഭഗവാനാണ് സർവശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന്, സർവലോക മഹേശ്വരനായിട്ടുള്ളത് എന്ന് അറിയാതെ മിഥ്യാഹങ്കാരം കൊണ്ട് ഞാനാണ് കേമൻ എന്നുള്ള ഭാവത്തിലൊക്കെ ജീവിക്കുന്നവർക്കോ ഭഗവാന്റെ ഈ അഭിമതം അനുസരിക്കാതെ പോയാലോ നാശമാണ് ഫലം ഉണ്ടാവുക. അവർക്ക് പിന്നെ ഗോലോക വൃന്ദാവനൊന്നുമല്ല കിട്ടുക, അവർക്ക് എന്താ നരകലോകങ്ങളാവും ചിലപ്പോ കിട്ടുക, അല്ലെ? അതാണ് ഇവിടെ പറയണത്. ഇപ്പൊ ഭഗവാന്റെ ആ സ്റ്റാറ്റസ് അറിയാ, ഭഗവാനിൽ മനസ്സൂന്നിക്കൊണ്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യാ. ഇപ്പൊ ഇവിടെ ജഗായി മതായിയുടെ നമ്മൾ മുമ്പ് പറഞ്ഞതായിരിക്കും, ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവാണ്. അവര് ഏറ്റവും ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് നടന്ന ആളുകളെ പോലും ഭക്തന്മാരാക്കുകയാണ്. 61. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഭൗതിക ശക്തിയാലെ നിർമ്മിതമായ ഒരു യന്ത്രമാണ് നമ്മുടെ ശരീരം. ആ യന്ത്രത്തിനകത്ത് ഇരിക്കുന്ന ജീവാത്മാവുണ്ട്, അല്ലേ? ജീവാത്മാവുണ്ട്, പിന്നെ പരമപുരുഷൻ പരമാത്മാവ് ഉണ്ട്. എല്ലാവരുടെയും ഹൃദയ അന്തര്യാമിയായിട്ട് പരമാത്മാവുമുണ്ട്. ആ പരമാത്മാവാണ് ഈ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിനും കാരണം, അല്ലെ? എല്ലാത്തിനും ഉത്ഭവം ഭഗവാനാണ്. ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഭഗവാന്റെ അചിന്ത്യമായ ശക്തികള് ഒക്കെ നമ്മൾ വിഭൂതി യോഗത്തിലെ 10-ാം അധ്യായത്തിലൊക്കെ കണ്ടു, അല്ലെ? ഹരേ കൃഷ്ണ. 62. താമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷനെ ആത്മാർപ്പണം ചെയ്യൂ. അവിടത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. ഭഗവാന് ആത്മാർപ്പണം ചെയ്യണം, ആത്മനിവേദനം. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചാല് പിന്നെ നീ പരമമായ ശാന്തി നിനക്ക് ലഭിക്കും. മാത്രല്ല ശാശ്വതമായ പരമപദം അതും ലഭിക്കും എന്ന് പറയാണ്. ഭഗവാൻ ഇനി എല്ലാ രഹസ്യതമമായിട്ടുള്ള അറിവുകളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു, അല്ലേ? പറയാം. ഇവിടെ പിക്ചർ നോക്കൂ. ഇത് പുരി ജഗന്നാഥ് ഭഗവാനാണ്. ഇപ്പൊ കണ്ണ് എത്ര ഇതാല്ലേ, ഭക്തന്മാരെ നോക്കി നോക്കി കണ്ണങ്ങ് വികസിച്ചു പോയി. അതാ. അപ്പോ ഇത് എല്ലാ വർഷത്തിലൊരിക്കല് ജഗന്നാഥ് പുരി ടെമ്പിളില് രഥയാത്ര സംഘടിപ്പിക്കും. ഇപ്പൊ 600 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലം, ചൈതന്യ മഹാപ്രഭു ക്ഷേത്രത്തില് ഉള്ള സമയാണ്. ആ വേളയില്
അവിടെ രഥയാത്ര നടക്കുമ്പോൾ ഉള്ള ഒരു സന്ദർഭമാണിത്. അതിനു മുമ്പ് അവിടുത്തെ രാജാവ് രാഘവേന്ദ്രപുരി, രാജാവിന്റെ പേര്, ആ രാജാവ് ശിഷ്യത്വം വേണമെന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാനിങ്ങനെ ഈ ലൗകികരെയൊന്നും അധികം കാണാറില്ല, പ്രത്യേകിച്ച് രാജാവ് എന്നൊക്കെ പറഞ്ഞ ഞാനൊരു സന്യാസി ആണ്, കാണുന്നില്ല എന്ന് പറയാണ്. അദ്ദേഹത്തിന് വിഷമായി. അപ്പൊ ഈ രഥയാത്ര പോകുന്ന വേളയില് അദ്ദേഹം ആ വഴികളൊക്കെ സാധാരണ ഒരു ആളുടെ വേഷം ധരിച്ച്, രാജാവാണെന്നുള്ള ഭാവം ഒന്നുമല്ല, അങ്ങനെ സാധാരണ ഒരു ജോലിക്കാരന്റെ വേഷം ധരിച്ച് ആ രഥം പോകുന്ന വഴികളൊക്കെ തൂത്തുവാരി വൃത്തിയാക്കണ ജോലിയിൽ ഏർപ്പെട്ടു. അങ്ങനെ രഥയാത്ര സമാപിച്ചു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വിശ്രമിക്കാൻ പോയി. അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തിരുന്ന് കാല് തടവി കൊടുത്തുകൊണ്ട് ഈ എന്താണ് ഗീതാ ഗോവിന്ദം അഷ്ടപതി പാടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹത്തിനെ കണ്ടു. അപ്പൊ പറഞ്ഞു, ഈ ഗീതാ ഗോവിന്ദം വളരെ ഇഷ്ടമാണ്, അപ്പോഴ് അത് പാടിക്കൊണ്ടാ ചെയ്തിരുന്നത്. അപ്പോ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ രാജാവിന് ശിഷ്യത്വം കൊടുക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ ഗീതാ ഗോവിന്ദം ആരാണ് രചിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഭക്തകവി, സംസ്കൃതത്തിലെ പണ്ഡിതനായിട്ടുള്ള ജയദേവൻ ആണ് ഗീതാ ഗോവിന്ദം രചിച്ചിട്ടുള്ളത്. 600 വർഷം മുമ്പ് തന്നെ ഭോജദേവ്, വാമദേവി, അങ്ങനെ 2 പേർക്കും ജനിച്ച കുട്ടിയാണ് ജയദേവ്. ചെറുപ്പം മുതലേ ഭഗവാന്റെ ഭജനകളൊക്കെ പാടാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. വളരെ കഷ്ടപ്പാടായിരുന്നു, ചെറുപ്പകാലം ദാരിദ്ര്യമൊക്കെ ആയിരുന്നു, എങ്കിലും നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചു. അങ്ങനെ പിതാവ് ഭോജദേവ് നിരഞ്ജൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണന്റെ അടുത്തുനിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കാനൊന്നും സാധിച്ചില്ല. കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ അച്ഛനമ്മമാര് മരിച്ച വേളയില് ഈ നിരഞ്ജൻ വന്നിട്ട് ഈ ജയദേവനോട് പറയാണ്, ഈ വീട് എനിക്ക് എഴുതി തരണം, കാരണം നിങ്ങളുടെ ആ പിതാവ് എന്റെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങിയിട്ട് തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് കയ്യൊപ്പ് ഇട്ടു അത് കൈക്കലാക്കി വീട്. ജയദേവൻ തെരുവിലായി. ഒരു സങ്കടമൊന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാളുടെ മകള്, ചെറിയ കുട്ടി ഓടി വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ വീട് അഗ്നിക്കിരയായി എന്ന് പറയാണ്. അങ്ങനെ ജയദേവൻ പോയി അഗ്നിയൊക്കെ കെടുത്തി കൊടുത്തു. ഇപ്പൊ നിരഞ്ജന് തെറ്റി മനസ്സിലായി. വീട് തിരികെ എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ ജയദേവ് പറഞ്ഞു, എനിക്കിനി വേണ്ട, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് വീട് വേണ്ട എന്ന് പറയാണ്. സ്വീകരിച്ചില്ല. അങ്ങനെ ഈ ജയദേവ് പുരുഷോത്തം ധാം, അത് ജഗന്നാഥപുരി ടെമ്പിളിന്റെ അവിടെ ടെമ്പിളിൽ പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ പരാശർ എന്നുള്ള ഒരു കൂട്ടുകാരനെയും കൊണ്ട് അവർ 2 പേരും കൂടെ അങ്ങനെ പുറപ്പെട്ടു. നടന്നാണ് പോണേ. 3 ദിവസം നടക്കണം. ദാഹം കൊണ്ടൊക്കെ വലഞ്ഞു, വഴിമധ്യേ വീണൊക്കെ പോയി. ഒരു ബാലൻ വന്ന് ഇടയ്ക്ക് ജലം നൽകും. അങ്ങനെ നടന്ന് ഒരുവിധം പുരിയിലെത്തി. സദാ കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരുന്നു. നല്ല പർവ്വത ശ്രേണി, പ്രകൃതി ഭംഗി. അപ്പോഴിങ്ങനെ ഓർമ്മ വരും, മനസ്സിലിങ്ങനെ വരികയാണ്, യമുനാ തീരത്ത് നിൽക്കുന്ന ആ കൃഷ്ണന്റെ രൂപം ഇങ്ങനെ ഓർമ്മ വരികയാണ്. അങ്ങനെ ജയദേവനിൽ നിന്നും മധുര കീർത്തനങ്ങൾ ഇങ്ങനെ പുറത്തു വന്നു. കേട്ടിട്ട് എല്ലാവരും പ്രേമഭക്തിയിൽ മുഴുകി. അങ്ങനെ പരാശരൻ അതൊക്കെ എഴുതിയെടുക്കും. അങ്ങനെ ജഗന്നാഥ ദർശനം ചെയ്യും. അത് കഴിഞ്ഞ് ഒരു വൃക്ഷ ചുവട്ടില് രാവ് പകല് ഭഗവത് സ്മരണയോടെ ഇങ്ങനെ കഴിച്ചു കൂട്ടും. അപ്പൊ അവിടുത്തെ രാജാവും ഈ ഗീതാ ഗോവിന്ദം ശ്രവിച്ചു, വളരെ കേൾക്കാനിടയായി, അങ്ങനെ പ്രശംസിച്ചു. അപ്പോ അവിടെ ഈ ജഗന്നാഥ ഭഗവാന് പൂക്കളൊക്കെ ശേഖരിക്കാനുള്ള ഒരു പൂന്തോട്ടം ഉണ്ട് അവിടെ. ആ പൂന്തോട്ടത്തിൽ ഒരു പെൺകുട്ടിയാണ് പൂക്കളൊക്കെ ശേഖരിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. ഈ കുട്ടി അഷ്ടപതി പാടിയിട്ടാണ് പൂക്കൾ പറിക്കുക. അപ്പൊ ഈ ഗീതാ ഗോവിന്ദം ഇത് കേൾക്കാൻ ഭഗവാൻ നേരിട്ട് തോട്ടത്തിൽ വരാറുണ്ട് എന്നാണ്. അപ്പൊ ഇതെങ്ങനെയാ അറിയണേ? ഭഗവാന്റെ ഉത്തരീയം അവിടെ ഒരു ദിവസം വീണ് കിടക്കണു. പിന്നെ പൂജാരി അമ്പലം തുറന്നു നോക്കി ശ്രീകോവിലിലേക്ക് കടക്കുമ്പോ എന്താ, ഈ ധോത്തിയിലൊക്കെ മുള്ളുടക്കിയിട്ട് കീറിപ്പോയിരിക്കണു ഭഗവാന്റെ ധോത്തി. പൂജാരി നല്ല പുതിയ വസ്ത്രം ഉടുപ്പിച്ചിട്ട് പോയതായിരുന്നു.
അതൊക്കെ കീറിയിട്ട് കാണുന്നു. അപ്പൊ ഭഗവാൻ ആ ഗീതാ ഗോവിന്ദം അത്രയ്ക്കും ഇഷ്ടാണ് ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥിന്. അങ്ങനെയാണ് ആ കഥ. ഹരേ കൃഷ്ണ. 63 ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശൈതദശേഷേണായതേജസി തഥാ ഗുരു. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. പറയാണ് അതിരഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്, അറിവാണ് ഭഗവാൻ വിവരിച്ചു കൊടുത്തത് അർജുനന്. ഇപ്പൊ പറയാണ്, ഇനി സമഗ്രമായി ആലോചിച്ചോളൂ. എന്നിട്ട് നിനക്ക് എന്താണോ ഹിതം, എന്താണോ തോന്നുന്നത് അതേപോലെ പ്രവർത്തിച്ചോളൂ എന്ന്. ഒരു നിർബന്ധമില്ല ഭഗവാന്. പല പല മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താണോ അർജുനന് താല്പര്യം അതുപോലെ ചെയ്തോളൂ എന്ന് പറയാണ്. ഒരു വാത്സല്യനിധിയായ ഒരു പിതാവ് ഒരു പുത്രനോട് അങ്ങനെയാ പെരുമാറുക, അല്ലേ? ഇപ്പൊ നീ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊന്നും പറയില്ല. ആ കുട്ടിക്ക് ഏതിലാണോ വാസന, ഏതിലാണോ താല്പര്യം അതില് പോകാൻ അനുവദിക്കും. അതാണ് ഒരു സ്നേഹനിധിയായ മാതാപിതാക്കൾ ചെയ്യുക. അതേപോലെയാണ് ഇവിടെ ഭഗവാൻ. പല വഴികളുണ്ട് എന്ന് പറഞ്ഞു. ഇനി നീ സമഗ്രമായി ആലോചിച്ച് നിനക്ക് ഹിതം എന്ന് തോന്നുന്നത് ചെയ്തോളൂ അർജുന എന്ന് പറയാണ്. 65 മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. ഇത് സെയിം ശ്ലോകം, ഒരു വരി മാത്രമേ ഉള്ളൂ വ്യത്യാസം. 9:34 നമ്മൾ പഠിച്ചു. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഇപ്പൊ എന്താ പറയണേ? ഭഗവാൻ വാക്ക് കൊടുക്കാണ്, അല്ലെ? 4 കാര്യങ്ങളെ നമ്മൾ ചെയ്യണ്ടു ഭഗവാനെ കിട്ടാൻ. എന്തൊക്കെ വേണം? എപ്പോഴും ഭഗവാനെ ഓർക്കണം, മറക്കരുത്. ഭഗവത് ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, പ്രണമിക്കുക. ഇങ്ങനെ ചെയ്തു പോന്നാല് ഭഗവാനെ പ്രാപിക്കാം. കാരണം എന്താ? അർജുനൻ പ്രിയഭക്തനാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആളാ അർജുനൻ. അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ടവരാവാൻ നമുക്കും ശ്രമിക്കാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ പ്രാപിക്കാം. ഈ 4 കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. സദാ ഭഗവത് സ്മരണ ഉണ്ടാവുക, ഭഗവത് ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, പ്രണമിക്കുക മാത്രം ചെയ്താൽ മതി. ഭഗവാനെ നമുക്കും പ്രാപിക്കാം. 66 സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. എന്താ പറയണേ ഭഗവാൻ? ഇപ്പൊ പലതും പറഞ്ഞു കൊടുത്തു, അല്ലേ? സർവധർമ്മങ്ങളും എല്ലാം അതൊക്കെ ത്യജിച്ചോളൂ, ഒരേ ഒരു കാര്യം ചെയ്തോളൂ, എന്നിൽ ശരണം തേടിയ മാത്രം മതി. ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. അല്ലെ? എത്രയോ കോടി ജന്മങ്ങളിലെ പാപ പ്രതികരണങ്ങൾ ഉണ്ടാവും നമ്മൾക്കൊക്കെ. പ്രാരബ്ധം അല്ലെങ്കിൽ കർമ്മഫലം എന്നൊക്കെ പറയും. അപ്പൊ അതിൽ നിന്നൊക്കെ ഭഗവാൻ മോചിപ്പിക്കും. പിന്നെ നമ്മളെ ഭഗവാനിൽ ശരണാഗതി ചെയ്താൽ മാത്രം മതി എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. 68 ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിധാസ്യതി ഭക്തി മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് എത്തുകയും ചെയ്യും. എന്താണ് പറയണേ? പരമരഹസ്യമായ അറിവാണ് ഭഗവാൻ വെളിപ്പെടുത്തി തന്നത്. ഈ അറിവ്, ഭഗവത്ഗീതയിലെ ആ അറിവുണ്ടല്ലോ, അത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്ന ആൾക്ക് ശുദ്ധഭക്തിയുത സേവനം സുനിശ്ചിതമായിട്ടും കിട്ടും. അവസാനം അയാള് ഭഗവാനിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും എന്ന് ഭഗവാന്റെ വാക്ക്. ഇപ്പൊ ഒരു ഗുരു കണ്ടു, ഗുരു ഒരു ശിഷ്യനെ സ്വന്തം ലെവലിലേക്ക് എത്തിക്കും. ഭഗവാനെ അറിയാൻ ഭഗവതോന്മുഖമാക്കും ഒരു ഗുരു ഒരു ശിഷ്യനെ. അല്ലാത്ത ഗുരുവല്ല. മാതാപിതാക്കള് ഒരു മക്കളെ ഭഗവതോന്മുഖമാക്കണം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കണം. അല്ലാത്ത മാതാപിതാക്കളല്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
69 ന ച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ ഭവിതാ ന ച മേ തസ്മാദന്യപ്രിയതരോ ഭൂമി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അപ്പോ ഭഗവാനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഭൃത്യൻ അല്ലെ, നമ്മളൊക്കെ ദാസരാ, ഭഗവാന്റെ ദാസന്മാരാ. അപ്പൊ ആ ദാസര് ആ ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് വേറെ ആരുമില്ല ഈ ലോകത്തില്. അങ്ങനെയുള്ള ആളെയാണ് എനിക്ക് ഇഷ്ടം, ഇനി ഒരിക്കലും വേറൊരാൾ അങ്ങനെ ഉണ്ടാവൂല്ല എന്നാണ്. അപ്പൊ ശ്രീല പ്രഭുപാദ് എല്ലാവരെയും, ഏതൊരാളെയും കണ്ട കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ഭഗവാനെ അറിയണം അല്ലെ, എല്ലാവർക്കും ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാവണം. അങ്ങനെ ഇപ്പോ ഏറ്റവും ശുദ്ധ ഭക്തനായിട്ടുള്ള ശ്രീല പ്രഭുപാദ് കി ജയ്. 70 നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോ കൃഷ്ണ അർജുനന്മാര് തമ്മിലുള്ള സംവാദമാണ് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ സംഭാഷണം പഠിക്കുക, അതിനെ അറിയുക, അങ്ങനെ ചെയ്യുന്നവര് ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്, ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. പൂവെടുത്തിട്ട് പൂജിക്കല് മാത്രമല്ല ഭഗവാനുള്ള ആരാധന. നമ്മള് ഭഗവത്ഗീത, ഭഗവാന്റെ ആ ഉപദേശങ്ങള് ഒക്കെ പഠിക്കുക, എന്നിട്ട് അത് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക. അങ്ങനെ ചെയ്യുന്നവര് ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുക തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുള്ളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ ചോദിക്കാണ്, നീ ശ്രദ്ധയോടുകൂടി ഇതെല്ലാം കേട്ടുവല്ലോ, ഇപ്പൊ നിനക്ക് അജ്ഞാനം കൊണ്ടുണ്ടായ വ്യാമോഹമൊക്കെ തീർന്നില്ലേ ഡോ അർജുന എന്ന് തോളത്ത് തട്ടിയിട്ട് ചോദിക്കുക. അപ്പോ അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അർജുനൻ പറഞ്ഞു, ഉവ്വ കൃഷ്ണ, അച്യുത, എന്റെ വ്യാമോഹം ഒക്കെ തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് എനിക്ക് ആ ബുദ്ധിയൊക്കെ തിരിച്ചു കിട്ടി. ഞാനിപ്പോള് പഴയ പോലെ ദൃഢനും സംശയരഹിതനുമായി തീർന്നു. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാനിതാ റെഡി ആയിരിക്കുന്നു. ആജ്ഞാപിച്ചോളൂ കൃഷ്ണ എന്ന് പറഞ്ഞ് അർജുനൻ യുദ്ധോത്സുകൻ റെഡിയായി. ഇത്രയുമായപ്പോ സഞ്ജയൻ പറയാണ്, ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണ അർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ആ സന്ദേശം എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. ഇത് മുഴുവൻ കേട്ട ആ സഞ്ജയനില് നല്ലൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത് അല്ലെ. സഞ്ജയനൊരു ഭക്തനാണ്. ഇപ്പോ പറയാണ്, ഈ കൃഷ്ണാർജുനന്മാര് മഹാത്മാക്കളാണ്, അവർ തമ്മിൽ നടന്ന ഈ സംഭാഷണം മുഴുവനും ഞാൻ കേട്ടു. അങ്ങനെ അത്ഭുതകരമായ സന്ദേശങ്ങള് എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താല് എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. അപ്പൊ വ്യാസദേവര് ദിവ്യ ചക്ഷുസ് നൽകിയതിനാല് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സഞ്ജയന് യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം കാണാമായിരുന്നു, കേൾക്കാമായിരുന്നു. അങ്ങനെ യോഗേശ്വരനായ കൃഷ്ണൻ തന്നെയാണ് അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത്. അത് ഞാനും കേട്ടു. അതുകൊണ്ട് എന്നെ ആ സന്ദേശം കോൾമയിൽ കൊള്ളിക്കുന്നു. കൃഷ്ണ അർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു രാജാവേ. പറയാണ് ധൃതരാഷ്ട്രരോട്, ഈ കൃഷ്ണാർജുനന്മാര് തമ്മിൽ നടന്ന അത്ഭുതകരമായ ഈ പുണ്യ സംവാദം ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും ഓർത്തിട്ട് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനായി പോകുന്നു രാജാവേ എന്ന്. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കുന്തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. ആ ഭഗവാന്റെ ആ വിശ്വരൂപം സഞ്ജയനും കണ്ടു. പറയാണ്, ആ അത്ഭുതാവഹമായ രൂപം ഉണ്ടല്ലോ, അത് ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കണു,
വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു എന്ന് പറയാണ്. 78ാമത്തെ ഏറ്റവും അത്യുജ്വലമായ ശ്ലോകം. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർവാനീതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അവസാനം സഞ്ജയൻ പറയാണ്, യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയാണോ ഉള്ളത്, എവിടെയാണോ വില്ലാളി വീരനായ അർജുനനുള്ളത്, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും എല്ലാം ഉള്ളത്. ഇതാണ് രാജാവേ എന്റെ അഭിപ്രായം എന്ന് സഞ്ജയൻ പറഞ്ഞു. 700ാമത്തെ ശ്ലോകം. അങ്ങനെ ഭഗവത്ഗീതയിലെ അവസാന ശ്ലോകത്തിലേക്ക് നമ്മൾ വന്നു. ഹരികൃഷ്ണ. അപ്പോ ഒരു ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യത്തോടെയാണ് ഭഗവത്ഗീത ആരംഭിച്ചത്. വീരയോദ്ധാക്കളായ ഭീഷ്മര്, കർണൻ, ദ്രോണര് എന്നിവര് സഹായത്തിനുള്ള തന്റെ മക്കൾക്ക് വിജയം ലഭിക്കും എന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചു. അങ്ങനെ യുദ്ധരംഗം വിവരിച്ച് സഞ്ജയൻ പറഞ്ഞു, കൃഷ്ണ, അർജുനന്മാർ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും സർവശ്രേയസ്സും സകല വിഭൂതികളുടെയും ഉറവിടമായിട്ടുള്ള കൃഷ്ണനുള്ളിടത്താണ് അല്ലെ വിജയം ഉണ്ടാവുക. ഇപ്പൊ യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മില് അല്ലെ, ജ്യേഷ്ഠൻ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നു. യുധിഷ്ഠിരന്റെ സഹായികളായിട്ട് ശ്രീകൃഷ്ണനും അർജുനനും. ആര് ലോകം ഭരിക്കുമെന്നറിയാൻ വേണ്ടിയുള്ള യുദ്ധമാണ്. അപ്പൊ യുധിഷ്ഠിരൻ ജയിച്ചു ഭരിക്കും എന്നുള്ളത് സഞ്ജയൻ ഈ ശ്ലോകത്തിലൂടെ പ്രവചിക്കുകയാണ്. ജയിച്ചതിന് ശേഷവും യുധിഷ്ഠിരന് കൂടുതൽ അഭ്യുദയം ഉണ്ടാകും. അദ്ദേഹം നീതിമാനും ഭക്തനും ധാർമ്മികനുമാണ് എന്ന് സഞ്ജയൻ പറയാണ്. തന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു നുണ പോലും യുധിഷ്ഠിരൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ഒരു നീതിശാസ്ത്രം തന്നെയാണ്. ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരം നേടാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ്. ആ പ്രക്രിയ ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ പരമസത്യം അത് ഭഗവാൻ മാത്രമാണ് എന്നതാണ് ഭഗവത്ഗീതയുടെ മറ്റൊരു ഭാവം. ഭഗവത്ഗീതയിലെ 5 പ്രധാന വിഷയങ്ങള് നമ്മൾ കണ്ടു. ആദ്യം പരമദിവ്യോത്തമ പുരുഷൻ, ഭൗതിക പ്രകൃതി, ജീവാത്മാവ്, ശാശ്വതമായ കാലം, കർമ്മം. അങ്ങനെ ഏതിനും ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചാണ് എല്ലാം നിലകൊള്ളുന്നത്. ശുദ്ധമായ ആത്മാവാണ് നമ്മുടെ ഈ ജീവൻ അല്ലെ, ഭഗവാന്റെ അംശമായതുകൊണ്ട് തന്നെ പരമാത്മാവിന്റെ അണുപ്രായമായ ഒരു അംശമാണ്. ഇപ്പൊ ഭഗവാനെ സൂര്യനോട് ഉപമിക്കാമെങ്കിൽ ജീവാത്മാക്കളെ സൂര്യപ്രകാശത്തോട് ഉപമിക്കാം. ഭഗവാന്റെ ആ പ്രഭാവം, ഭഗവാന്റെ കരുണ എല്ലാം നമ്മൾ മനസ്സിലാക്കി അല്ലെ ഈ ഭഗവത്ഗീതയിലൂടെ. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ അടങ്ങുന്ന ഈ ഭൗതിക ലോകം, അതിലെല്ലാം ഉൾപ്പൂകി അതിനെ നിലനിർത്തുന്നത് ഭഗവാനാണ്. ഭൗതിക ലോകത്തേക്കാൾ 3 മടങ്ങിലധികം വലിപ്പം ആധ്യാത്മിക ലോകത്തിനുണ്ട്. അചിന്ത്യമായ വിസ്തൃതിയിൽ സ്ഥിതമായ ഈ പ്രപഞ്ചം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്. ഇതിൽ കൂടുതൽ ഭഗവാന്റെ സർവജ്ഞത്വം അല്ലെങ്കിൽ സർവേശ്വരത്വം എങ്ങനെയാണ് ഇനി അറിയേണ്ടത്? ഭഗവാനുമായിട്ട് നമുക്കുണ്ടായിരുന്ന ബന്ധം ഇടയ്ക്ക് വെച്ച് നമ്മൾ മറന്നുപോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയിൽ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം, ഭഗവത് പ്രാപ്തി നേടണം. ഒരു ആത്മാവിനെ ഭഗവതോന്മുഖമാക്കാത്ത ഗുരുവല്ല. അപ്പൊ ഇവിടെ ജഗത് ഗുരുവായിട്ടുള്ള കൃഷ്ണൻ പറഞ്ഞു തന്ന ആ സന്ദേശങ്ങള്, ആ ഉപദേശങ്ങള് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് പുനർജന്മമില്ലാത്ത അവസ്ഥയില് ഭഗവാനിലേക്ക് എത്താം. 18 ദിവസത്തെ ഗീതാധ്യയനം ഒരു ഓട്ടപ്രദക്ഷിണായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ആയിട്ട് പഠിച്ചില്ല. എന്നാലും അത്രയെങ്കിലും അറിയാൻ കഴിഞ്ഞ നിങ്ങൾ ഒരു ഭാഗ്യവാന്മാരാണ്. ഈ സന്ദേശം ജീവിതത്തിൽ പകർത്തുക, ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. നമുക്ക് മാഹാത്മ്യം ഒന്ന് നോക്കണം. ഗീതാ മാഹാത്മ്യം. 1-ാമത്തെ ശ്ലോകം. ഗീതാശാസ്ത്രമിതം പുണ്യം യപഠേത് പ്രയത പുമാൻ വിഷ്ണോപദമവാപ്നോതി ഭയശോകാദിവർജിത. പവിത്രമായ ഈ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവം പഠിക്കുന്നവൻ ഭയശോകങ്ങളിൽ നിന്ന് മുക്തനായി വിഷ്ണുവിന്റെ പദം പോകുന്നു. എന്താ ഗീത പഠിച്ചാലത്തെ മെച്ചം? ഭയശോകാദികളിൽ നിന്നൊക്കെ മുക്തനാവും, വിഷ്ണുപദം പോകും.
ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവന്റെ പൂർവജന്മകൃത പാപങ്ങൾ നശിക്കുകയും പുതുതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. എത്രയോ ജന്മങ്ങളായിട്ട് കൂട്ടി സഞ്ചിതമായിട്ട് വെച്ച പ്രാരബ്ധ കർമ്മങ്ങള് അതൊക്കെ നശിച്ചു പോവും. ഭഗവത്ഗീത വായിക്കുക, പ്രാണായാമം ശീലിക്കുക ചെയ്താൽ മതി എന്നാ പറയണേ. മല നിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഗീതാംഭസി സ്നാനം സംസാരമലനാശനം. ഇപ്പോ നമ്മൾ കുളിക്കും അല്ലെ, പ്രതിദിനം സ്നാനം ചെയ്യും ശരീരത്തിലെ അഴുക്കുമാറ്റാൻ. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാരമലത്തെ നശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ സംസാരത്തിലെ മാലിന്യങ്ങളെ ഒക്കെ നശിപ്പിക്കാൻ അത്ര പ്രാപ്തമായതാണ് ഭഗവത്ഗീത. ഒരിക്കൽ അത് പഠിച്ചാൽ മതി, ഒരിക്കൽ ആ പുണ്യജലത്തില് സ്നാനം ചെയ്താൽ മതി. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിന്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ച ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റനേകം ശാസ്ത്രങ്ങൾ എന്തിന്? മറ്റു ബുക്ക് ഒന്നും പഠിക്കേണ്ട അല്ലെ, ഭഗവത്ഗീത ഒന്ന് മാത്രം മതി. അതിലെല്ലാം ഉണ്ട്, വേദാന്തങ്ങളെല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ഭാരതാമൃത സർവസ്വം വിഷ്ണോർ വക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. മഹാഭാരതത്തിന്റെ സാരവും ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ മുഖത്തു നിന്ന് പുറപ്പെട്ടതുമായ ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകില്ല. ഇപ്പോ മഹാഭാരതത്തിന്റെ സാര സർവസ്വാണ്, ഭഗവാന്റെ മുഖത്ത് നിന്ന് തന്നെ വന്ന വാണിയാണ്. അങ്ങനെയുള്ള ആ ഗീത, പവിത്രമായ ഗീതാ ഗംഗാജലം കുടിച്ചാല് പിന്നെ പുനർജന്മ ഇല്ല. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രം, കൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീത, ഒരേ ഒരു ഈശ്വരൻ ശ്രീകൃഷ്ണൻ, ഒരേ ഒരു മന്ത്രം ഭഗവാന്റെ നാമം, ഒരേ ഒരു കർമ്മം ഭഗവാന്റെ സേവയുമാകുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു മാതാജി, ഇത്ര ഡീറ്റെയിൽസ് ആയി നമ്മളെ പഠിപ്പിച്ചതിന് വളരെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഞങ്ങളുടെ ഭാഗ്യാണ് ഹരേ കൃഷ്ണ മാതാജി, ഞങ്ങളുടെ ഭാഗ്യാണ് ഞങ്ങൾക്ക് ഇതൊന്ന് പഠിക്കാൻ പറ്റിയത് തന്നെ. ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. ബുക്ക് ഇങ്ങനെ വെറുതെ കയ്യിൽ വെച്ചിരുന്നിരുന്നതാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 18 ദിവസം കൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഭഗവാനെ കുറിച്ച് പറയാനും ആ നാമം നമുക്ക് എപ്പോഴും ചൊല്ലാനുള്ളൊരു 18 ദിവസം കൊണ്ട് ആ നാമം ചൊല്ലാനുള്ളൊരു എന്താ പറയാ, അത്ര ഒരു സന്തോഷം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. എപ്പോഴും മാതാജി ഹരേ കൃഷ്ണ പറയുമ്പോ നമ്മളും അതേപോലെ പറഞ്ഞു പോണു ഹരേ കൃഷ്ണ എന്ന്. നമ്മൾ ഗുരുവായൂർ പോവും, കാണും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതാക്കണം. പക്ഷെ ഇപ്പൊ എപ്പോഴും മാതാജി പറഞ്ഞ പോലെ ഹരേ കൃഷ്ണ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു വായില്. പക്ഷെ ഭയങ്കര സന്തോഷം, 18 ദിവസം കൊണ്ട് ഇത്ര ആയില്ലോ. നാമത്തില് രുചി വന്നത് നല്ല കാര്യം. പിന്നെ ഇനിയും തുടർന്നും പഠിക്കൂ. പക്ഷെ ക്ലാസ്സിൽ കയറുന്ന സമയാണ്, മോൻ ചെറുതാണ്, അപ്പോ കയറുന്നത് ഒക്കെ ഒരു ഇതുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ട്. ഉച്ചയ്ക്കും രാവിലെ ഒക്കെ ആവുമ്പോഴേ പല സമയത്തുണ്ട്. ഏതാ സൂട്ടബിൾ ആവണേന്ന് നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. മോന് സ്കൂളിലും പോണതാണ്, അപ്പൊ അതിന്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും നോക്കും ഞാൻ പരമാവധി. രാവിലെ 11:30 ഉണ്ടല്ലോ. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ തയ്ക്കാൻ ഒക്കെ പോണുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നോക്കും പരമാവധി ക്ലാസ്സിൽ കയറാൻ, അറ്റൻഡ് ചെയ്യാനൊക്കെ നോക്കും. ഇതന്നെ പഠിച്ചപ്പോ ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സില്. ഹരേ കൃഷ്ണ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ. മാതാജി മഹാത്മ്യം വായിച്ചല്ലോ ഭഗവത്ഗീത.
ആ അത് നമ്മൾ പഠിച്ചോണ്ടിരുന്ന ബുക്കിനകത്തുണ്ടോ അത്? അതുണ്ടോന്ന് അറിയില്ല. ഉണ്ടോ വസന്തമാതാജി നമ്മുടെ ഇല്ല 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 മാതാജി അതിലില്ല. അതിലില്ല മാതാജി, ചെറിയ അതിലില്ല. ബുക്കിനകത്തുണ്ട്. പുസ്തകം കിട്ടും, അതിലുണ്ട്. ശങ്കരാചാര്യ വിരചിതമാണ് അത്, മഹാത്മ്യം, ആ. ഗീതാ മഹാത്മ്യം. ഗുരുവായൂർ പോകുമ്പോ മേടിച്ചാ മതി, ജയപാത സ്റ്റോറിന്ന് മേടിച്ചാ മതി. ഉം. ഓ. അത് തന്നെയായിട്ട് ചെറിയ പുസ്തകത്തിലുണ്ട്, ചെറിയ പുസ്തകം കിട്ടും, ഇതിനകത്തുണ്ട്. ചെറിയ ചെറിയ ഭഗവത്ഗീതയിലുണ്ട്. ബുക്കുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഞാൻ നോക്കാം. ശ്ലോകം മാത്രമുള്ള ബുക്കുണ്ട്, അതിലുണ്ട്. അതിലുണ്ടാവും. അതിലുണ്ട്. മഹാത്മ്യം ഉണ്ട്, ധ്യാനവും ഉണ്ട്, ഉം. ആരതിയുണ്ട് ചില ആ, പുസ്തകത്തില്. ധ്യാനമൊക്കെ ഉണ്ട്. അത് താത്തായ പ്രതിബോധിത എന്നുള്ള. അതെ അതെ, അതെ. അതുണ്ട്. ലാസ്റ്റ് ചിലപ്പോ ധ്യാനം, ഗീത ധ്യാനം. കാണും ചില പുസ്തകത്തില്. Thank you. അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിലതേ ഉള്ളൂ, ഇതിലതേ ഉള്ളൂ. ചെറിയ പുസ്തകം വാങ്ങണം. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലാണ് പോകുമ്പോ ചെറിയൊരു പുസ്തകം, അവിടെയൊക്കെ എല്ലായിടും കിട്ടും അത്. അതിലെല്ലാം ഉണ്ട്. ഇതല്ലേ മാതാജി ആ ബുക്ക്, ഇങ്ങനത്തെ ബുക്കല്ലേ അത്? അതെ 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 അതെ. അതിലുണ്ടാവും. അതിലുണ്ട്, അതിലുണ്ട്. ധ്യാനവും മഹാത്മ്യം എല്ലാം ഉണ്ട്. ധ്യാനമൊക്കെ ഉണ്ട് ഇതില്. എന്റെ ഉണ്ട് അത്. അതെ അതെ. എനിക്കുമുണ്ട്. അതിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ചോദ്യോത്തരങ്ങള് ആരാ എഴുതി വായിക്കൂ? ചോദ്യോത്തരം വായിക്കൂ. നമ്മളെ സ്മിത മാതാജി ഉണ്ട്. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ഭഗവാനെ കേശി നിഷൂദനൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമാണ് ഭഗവാൻ. ജ്ഞാനം, ദാനം, തപസ് എന്നിവയെ കുറിച്ച് ഭഗവാൻ പറയുന്നത് എന്താണ്? യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാവണം മൂന്നും. യജ്ഞം, ദാനം, തപസ് എങ്ങനെ നിർവഹിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. അതെ. 3 ഗുണത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് പറയുക. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണം. നിയത കർമ്മങ്ങൾ ക്ലേശകരം എന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗം. ഭൗതിക സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നതിന്റെ ത്യാഗം സാത്വികമാണ്. അതെ. 3 ഗുണത്തിലുള്ള കർമ്മം വിശുദ്ധമാക്കുക. രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ ഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസം. അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മം താമസം. 3 ഗുണത്തിലുള്ളവരുടെ ബുദ്ധി എങ്ങനെയായിരിക്കും? ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതും എന്ത്? ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്? ബന്ധത്തിന് മോക്ഷത്തിന് കാരണമാവുന്നതെന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ധർമ്മമെന്ത്, അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ന് എന്ത്, ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസം. അതെ. ശ്ലോകം 54 ബ്രഹ്മഭൂത അവസ്ഥയിലെത്തിയ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഭഗവാന്റെ സേവനത്തിൽ ശ്ലോകം 55 ഭഗവാൻ എന്താണ് പറയുന്നത്? ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പുരുഷൻ എന്ന സത്യം അറിയുവാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. ശ്ലോകം 62 പറയുന്ന പ്രകാരം പരമപുരുഷൻ ആത്മാർപ്പണം ചെയ്താൽ എന്ത് സംഭവിക്കും?
പരമപുരുഷന് ആത്മാർപ്പണം ചെയ്താൽ ഭഗവാന്റെ പ്രസാദം കൊണ്ട് പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. അതെ. ഭഗവാന് പ്രിയപ്പെട്ടവനാണെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നാണ് ഭഗവാൻ 18:65 പറയുന്നത്. എപ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോയാൽ നിശ്ചയമായും നിനക്കെന്നെ ഭഗവാനെ പ്രാപിക്കാം. ശ്ലോകം 18:66 ഭഗവാൻ എന്താണ് പറയുന്നത്? ധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കും. 18:70 എങ്ങനെയുള്ളവരാണ് ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതായി ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്? പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അതെ. ഹരേ കൃഷ്ണ മാതാജി. തീർന്നു അല്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ നാളെ എത്ര പേരുണ്ട് പരീക്ഷ എഴുതാൻ വസന്ത മാതാജി? നോക്കണം മാതാജി. അപ്പൊ നാളെ എല്ലാവരും ഈ സമയത്ത് തന്നെ കേട്ടോ പരീക്ഷ ഉണ്ടാവുക. 6:30. എത്ര മിനിറ്റ് മാതാജി? 10 മിനിറ്റ് കൊണ്ട് പരീക്ഷ കഴിയും. 15 ചോദ്യം ഒരു വാക്കിൽ എഴുതേ വേണ്ടൂ. എഴുതണോ അതോ ടിക്ക് ചെയ്യണോ മാതാജി? ഓപ്ഷൻസ് ഉണ്ടാവും, അത് എഴുതിയിട്ട് വാട്സപ്പ് ചെയ്യാവും. നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യും. അപ്പൊ ലിങ്ക് ഓപ്പൺ ചെയ്താൽ ക്വസ്റ്റ്യൻസ് കാണാം. ഇനിയിപ്പോ അത് അറിയാത്തവരാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വേറെ വിധത്തിൽ മാനുവൽ ആയിട്ട് തരും. എല്ലാം ഈസി ഉള്ളത് തരണേ മാതാജി. വളരെ എളുപ്പമുള്ളതേ തരുള്ളൂ. അല്ല, സത്യം വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. പിന്നെ എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റണത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞ ക്ലാസ് ഉണ്ടാവോ മാതാജി? പിറ്റേന്ന് തൊട്ട് ലെവൽ 2 ക്ലാസ് തുടങ്ങും. അപ്പോ നിങ്ങൾ ഈ ബാച്ച് ഈ സമയത്ത് ഉണ്ടാവില്ല. ഈ സമയത്തെ ക്ലാസ് കുറവ് പേരേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. ഇഷ്ടമുണ്ടായിട്ടല്ല, ഞങ്ങൾക്ക് ക്ലാസ് നിർത്തി വെക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഈ എല്ലാവരും വേറൊരു സമയം നിങ്ങളൊന്ന് ഉൾക്കൊള്ളണം. ലെവൽ 2 ഏതിനെ കുറിച്ചാ പഠിപ്പിക്കുന്നത് മാതാജി? ഭഗവത്ഗീത തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ്. ഇതിപ്പോ ഒരു ഓട്ടപ്രദക്ഷിണ അല്ലായിരുന്നു. കുറച്ചും കൂടി എല്ലാ ശ്ലോകങ്ങളും ടച്ച് ചെയ്യും. ഇതിൽ എല്ലാ ശ്ലോകവും ഒന്നും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് സാധിക്കില്ല 1 മണിക്കൂർ കൊണ്ട്. അടുത്ത എല്ലാ ശ്ലോകവും കവർ ചെയ്യും. ഹരേ കൃഷ്ണ മാതാജി. ക്ലാസ് മാതാജി 1 മണിക്കൂർ 1.5 മാസത്തിൽ തീരും. 1 മണിക്കൂർ തന്നെ 2 ദിവസം കൊണ്ട്, ചിലപ്പോ 3 ദിവസം കൊണ്ടാവും ഒരു അധ്യായം കഴിയാൻ. പിന്നെ ലെവൽ 3 പോവോ മാതാജി? ലെവൽ 3. അപ്പൊ അത് പിന്നെയും നീണ്ടു പോവുമായിരിക്കും അല്ലേ മാതാജി? അതിന് ഒരു 1.5 മാസമൊക്കെ അതിനും വേണം. അതും ഭഗവത്ഗീത തന്നെയാണോ മാതാജി? അല്ല, അതില് വേറെ 3 പുസ്തകങ്ങളാ. ഭക്തി രസാമൃത സിന്ധു, ഈശോപനിഷത്ത്, ഉപദേശാമൃതം. ലെവൽ 2 വരുമ്പോ ബുക്ക് ടെക്സ്റ്റ് യഥാരൂപം, ഭഗവത്ഗീത യഥാരൂപം ഇല്ലാത്തവര് വാങ്ങിക്കണത് നല്ലതാണ്. മാതാജി പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം മാതാജി. ഇത്ര ദിവസം ക്ലാസ് എടുത്തതില് വളരെയധികം സന്തോഷം. അത് നമ്മുടെ സേവനല്ലേ, ഭഗവാന് വേണ്ടിയുള്ള സേവനല്ലേ അതില്. അല്ല, ഫസ്റ്റ് പറഞ്ഞ പോലെ മാതാജി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇപ്പൊ കൃഷ്ണനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട് മാതാജി. ആ ടൈം ആവുമ്പോഴേക്കും ക്ലാസ്സിൽ കയറണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി മാതാജി. അതാണ് രുചി വരണം ഭഗവാനില്. മാതാജി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറയുമ്പോ എഴുതിയെടുക്കുകയാണോ ചെയ്യുന്നത് അതോ? എഴുതണ്ട, ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട. ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പൊ തന്നെ എഴുതി അയക്കണോ മാതാജി അതോ പിറ്റേ ദിവസം നമ്മൾ? അപ്പൊ തന്നെ വേണ്ടേ, അല്ല പരീക്ഷയല്ലേ ഇത്. പുസ്തകം നോക്കി പിന്നെ എഴുതി പിറ്റേ ദിവസം എഴുതി